എന്തുകൊണ്ടാണ്? കാരണം ഈ 3 തെണ്ടികളും യഹൂദന്മാരെ കൊന്നൊടുക്കിയവന്മാരാണ്. യഹൂദന്മാരെ വഴി കണ്ടാ തല്ലിക്കൊല്ലും ഈ ക്രിസ്ത്യാനികൾ. ഈ പറയുന്ന 3 ക്രിസ്ത്യാനികളും യഹൂദന്മാരെ കൂട്ടക്കൊല ചെയ്ത തെണ്ടികളാണ്. പിന്നെ ഇവരെന്തുകൊണ്ടാണ് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നത്? ഇത് എന്തോ മതപരമായിട്ടുള്ള കാര്യമായിട്ടാണോ? അല്ല, അല്ല. സൗദി അറേബ്യ എന്തുകൊണ്ടാണ് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നത്? അതുകൊണ്ട് തന്നെയാണ് റോമൻ കത്തോലിക്കരും പ്രൊട്ടസ്റ്റന്റ്സും ഓർത്തഡോക്സ് തെണ്ടികളും ഈ 3 തെണ്ടികളും ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാ? സൗദി അറേബ്യയും ഖത്തറും ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന അതേ റീസൺ കൊണ്ട് തന്നെയാണ്. സിമ്പിൾ. അധികാരം നിലനിർത്തുക. അതല്ലാണ്ട് ഇത് ഉമ്മത്തും ഗിമ്മത്തും അവന്റെ അമ്മയുടെ ശരിയെയും മറ്റേ കോപ്പിലെ കോണാപ്പൂലും മറ്റേ പരിപാടിയൊന്നുമല്ല. ഇങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ കുറെ മണ്ടന്മാര് ജിയോ പൊളിറ്റിക്സിനെ പഠിപ്പിച്ചു വെച്ചേക്കുന്നത്. ഇങ്ങനെ പഠിച്ച എങ്ങനെ ഇരിക്കും? അട്ടത്തിരിക്കും. അവര് അങ്ങനെയാണ് അതിനെ അനലൈസ് ചെയ്യുന്നത്. അവര് ഇതിനെല്ലാം ഗ്രന്ഥങ്ങളിലേക്കാണ് റെഡ്യൂസ് ചെയ്യുന്നത് റാദർ ദാൻ ദിസ് വൈഡർ പൊളിറ്റിക്സ്. അതുകൊണ്ടാണ് ഇവർക്ക് ഇതിനകത്തൊരു നിലപാടെടുക്കാൻ പറ്റാത്തത്. ഈ ജനോസൈഡ് നടക്കുമ്പോൾ അവർക്ക് നിലപാടെടുക്കാൻ പറ്റാത്തതിന്റെ ഒരു പ്രധാന കാരണം അവരുടെ ഫ്രെയിം വർക്ക് ഇതാ ഉള്ളത്, മതപ്രശ്നമാണെന്നുള്ള ഒരു ഫ്രെയിം അതെ, വർക്കിൽ. ഫ്രെയിം വർക്ക് നോക്കുമ്പോ ചാവുന്നത് മുസ്ലിം. മുസ്ലിങ്ങൾ ചാവേണ്ടവരാണ്. അവരെ കൊല്ലുന്നത് എന്താ കുഴപ്പം? അവര് ജിഹാദികളാണ്, അവർ കൊല്ലട്ടെ, കുഴപ്പമില്ല. ജിഹാദികളല്ലേ കൊല്ലുന്നത്. അപ്പുറത്ത് നോക്കുമ്പോ സോട്ടും കൂട്ടും നീല കണ്ണുകളുമായിട്ട് സുന്ദരമായിട്ടുള്ള യൂറോപ്യൻ സൗന്ദര്യമായിട്ടുള്ള യഹൂദന്മാര്, ഇസ്രായേലുകൾ, അവര് നമ്മുടെ യജമാന്മാരാണ്. ശരി യജമാ കുനിഞ്ഞേക്കുന്നത്. നമ്മുടെ എക്സ് കോളനൈസേഴ്സിനെ പോലുള്ളവരാണ് അവര്. അത് യൂറോപ്യൻസ് ആണ്. നമ്മൾ ഇന്ത്യക്കാർക്ക് ഇപ്പോഴും ആ അടിമത്തം വിട്ടുപോയിട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മളെ 200 കൊല്ലം കൊള്ളയടിക്കുകയും നമ്മളെ കൊന്നു തള്ളുകയും ചെയ്ത ബ്രിട്ടീഷുകാരോട് അവര് പോയ പിറ്റേ ദിവസം തന്നെ നമ്മൾ ക്ഷമിച്ചു. വിശാല മനസ്കനായിട്ടുള്ള ഗഡുവാസി സാശൻ ബ്രിട്ടീഷുകാരോട് ക്ഷമിച്ചിരിക്കുന്നു. എപ്പോ ക്ഷമിച്ചു? 15-ാം തീയതി സ്വാതന്ത്ര്യം കിട്ടി, 16-ാം തീയതി തന്നെ നമ്മൾ ക്ഷമിച്ചു. പിന്നെ ബ്രിട്ടീഷുകാരോട് നമ്മൾ ഭയങ്കര സ്നേഹത്തിലാണ്. പക്ഷേ നമ്മുടെ അയൽവാസികളായിട്ടുള്ള ബംഗ്ലാദേശിനോടും പാകിസ്ഥാനോടും ചൈനയോടും ശ്രീലങ്കയോടും നേപ്പാളിനോടും നമുക്ക് വിരോധമാണ്. അതായത് നമ്മളെ പോലെ തന്നെ വിക്റ്റിമായിട്ടുള്ള ഈ ബ്രിട്ടീഷുകാരുടെയും ജപ്പാന്റെയും ജർമ്മനിയുടെയും ഈ വിദേശ തെണ്ടികളുടെ എല്ലാം വിക്റ്റിമായിട്ടുള്ള ഈ രാജ്യങ്ങൾ, നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ട രാജ്യങ്ങൾ പരസ്പരം കലഹിക്കുന്നു. നമുക്ക് പാകിസ്ഥാനോട് പൊറുക്കാൻ പറ്റുന്നില്ല, നേപ്പാളിനോട് പൊറുക്കാൻ പറ്റുന്നില്ല, ബംഗ്ലാദേശിനോട് പൊറുക്കാൻ പറ്റുന്നില്ല, ചൈനയോട് പൊറുക്കാൻ പറ്റുന്നില്ല. പക്ഷേ 200 കൊല്ലം നമ്മളെ കൊന്നു തള്ളി നമ്മളുടെ നാട് നാശിപ്പിച്ച് നാറാളനെ കല്യാക്കിയ ബ്രിട്ടീഷുകാരോട് 15-ാം തീയതി പോയപ്പോ 16-ാം തീയതി എന്നെ പുറത്തു ഗഡുവാസി സാശൻ. ഇതെങ്ങനെ സംഭവിക്കുന്നു? കാരണം അവർ സോട്ടും കൂട്ടുകെട്ടാ നടക്കുന്നത്. അവർക്കൊരു സ്പെസിഫിക് മെന്റാലിറ്റി, കൊളോണിയൽ മെന്റാലിറ്റി. അതാണ് നമ്മൾ ഇപ്പോൾ ഏതെങ്കിലും ഇവിടെ ഇപ്പം ഇന്ത്യയിൽ നമ്മൾ ബേസിക്കലി ഇന്ത്യ ചൈന ഒരു യൂണിയൻ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ആ ഒരു യൂണിയൻ എന്ന് പറഞ്ഞാൽ മെർജല്ല,